ക്രോസ് പോയിന്റ് ചർച്ചിന്റെ ആദ്യത്തെ സീനിയർ മീറ്റ് ആണ് ഈ നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സീനിയർ ഫെലോഷിപ്പില് കർത്താവിന്റെ ദാസൻ തോമസ് മാത്യു പാസ്റ്ററും മോളിയാൻറ്റിയുമാണ് നമ്മളോട് ഒരുമിച്ചുള്ളത്. 50-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഒക്ലഹോമ പട്ടണത്തിൽ വന്ന പ്രിയപ്പെട്ടവരാണ്. ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച, ജീവിതത്തിന്റെ അനേക നല്ല നിമിഷങ്ങളും വേദനയുടെ നിമിഷങ്ങളും ഒക്കെ ഉണ്ടായ ദൈവഭൃത്യനും കുടുംബവുമാണ്. ഞാൻ തോമസ് മാത്യു പാസ്റ്റർ 50-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നു. ഞങ്ങൾക്ക് അറിയേണ്ട ഒന്നാമത്തെ ഒരു ചോദ്യം, ഈ രാജ്യത്തേക്ക് വരാനായിട്ടുണ്ടായ കാരണം എന്താണ്? എങ്ങനെയാണ് ഈ രാജ്യത്തേക്ക് വന്നത്? ഇവിടെ വരാൻ ഉണ്ടായ മുഖാന്തരം എന്താണ് എന്ന് ഒന്ന് ഞങ്ങളോട് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്റെ ചെറുപ്പകാലത്തിൽ പെന്തക്കോസ്തിന്റെ ആദ്യ കാലത്തിൽ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ കെ എബ്രഹാം, ടി ജി ഉമ്മച്ചൻ, സി കെ ഡാനിയൽ പാസ്റ്റർ ഇങ്ങനെയുള്ളവർ പെന്തക്കോസ്തിന്റെ അഗ്നിജ്വാല കേരളത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നു. അവർ ഒത്തിരി പീഡനങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പട്ടിണികളും നിന്ദകളും ഒക്കെ സഹിച്ച് അവർ വിശ്വാസത്തിൽ നിലകൊണ്ടു. ഞാൻ ആ തലമുറയിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് സുവിശേഷ വേലയോട് വലിയ താല്പര്യമായിരുന്നു. എന്റെ അമ്മച്ചി പറഞ്ഞു 8-9 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ പാറയുടെ പുറത്ത് കയറി നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് സംസാരിക്കും. ചുറ്റുമുള്ള ഹിന്ദുക്കളൊക്കെ ഇത് കേൾക്കുമ്പോൾ അപ്പച്ചൻ പറയും, ഇവനെ കൊണ്ട് ഞാൻ ഇവിടെ മടുത്തു, ഇവിടെയെങ്കിലും താമസിക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ കോളേജ് വിദ്യാഭ്യാസം ഞാൻ സെന്റ് തോമസ് കോളേജിലാണ് കഴിച്ചത്. ഞാൻ അവിടുന്ന് BSc എടുത്തതിന് ശേഷം ഒരു ട്യൂട്ടോറിയൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വേലയോടുള്ള ഒരു വിളി, ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയും എവിടെയെങ്കിലും പോയി ഒരു ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള ഒരു താല്പര്യം എന്റെ ഹൃദയത്തിലുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുവാനായിട്ട് യൂറോപ്യൻ നാസറിൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാനുള്ള ഒരു അവസരം ദൈവം അവിടെ ഒരുക്കി. അതെങ്ങനെ അവസരം ലഭിച്ചത്? എനിക്ക് അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ കിട്ടി. അവിടെ ഞാൻ എന്റെ ആപ്ലിക്കേഷൻ അയക്കുകയും അവരെ ഞാൻ അന്നേരം അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ഫുൾ സ്കോളർഷിപ്പിൽ അവിടെ പോയി പഠിക്കാനുള്ള ഒരു സാവകാശം വരും. അങ്ങനെ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തതിനു ശേഷം ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി അമേരിക്ക വരണമെന്ന്. അമേരിക്ക വരിക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ചെറുപ്പകാലമുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു. അതായത് ആദ്യമായിട്ട് എനിക്ക് അമേരിക്കയുമായിട്ടുള്ള എക്സ്പോഷർ കിട്ടിയിരിക്കുന്നത്, അതായത് കുമ്പനാട് കൺവെൻഷൻ, IPC ജനറൽ കൺവെൻഷൻ ഒക്കെ ആദ്യകാലം 1960s അമേരിക്കയിൽ നിന്ന് സാഹിബ്മാരും മാതാമാരും വരും. അപ്പോൾ ഞാൻ ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിരിക്കും. അപ്പൊ ഇവരെ ഈ വലിയ ചൂടല്ലേ, 1000 വോൾട്ട് ബൾബിന്റെ മുന്നിൽ ഇവര് നിൽക്കുമ്പോ ഇവരുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് ഇവര് എന്തോ സൗന്ദര്യമാണ്. ഞാൻ വിചാരിച്ചു ഇവരാണ് യഥാർത്ഥത്തിൽ മാലാഖമാർ. അപ്പൊ ഈ സാഹിബ്മാർ അവരുടെ വലിയ അക്കോഡിയൻ കൊണ്ടുവരും. അന്നത്തെ കാലം അക്കോഡിയൻ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അവരെ കൈ വെക്കുമ്പോൾ ഭയങ്കര മനോഹരമായ ശബ്ദം. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവര് വന്ന രാജ്യത്ത് എനിക്കൊന്ന് പോകുവാൻ ഒരു ഭാഗ്യം ഉണ്ടായെങ്കിൽ അത്ര നല്ലതായിരുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ അമേരിക്ക പോവുക വരിക എന്നുള്ളത് നമ്മുടെ മാനുഷികമായുള്ള നിലയിൽ ഒരു കർഷകന്റെ മകനായി ജനിച്ച് നമ്മള് തിരുവല്ല കോഴഞ്ചേരി വരെ പോയിട്ടില്ല, എറണാകുളത്ത് പോയിട്ടില്ല. അങ്ങനെയുള്ള അമേരിക്കയിൽ പോകുക എന്ന് പറഞ്ഞ ഒരു വലിയ സ്വപ്നമായിരുന്നു. എനിവേ അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ബെഥനി നാസറിൻ കോളേജിൽ മാസ്റ്റേഴ്സ് പഠിക്കുവാൻ ഡോക്ടർ കാൻഡൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രൊഫസർ എനിക്ക് വേണ്ടി അതിനൊരു സ്പോൺസർ ഒരുക്കി, സമയം ഒരുക്കി. അങ്ങനെ 1970s 74 ജാനുവരിയില് ഇവിടെ ഒക്ലഹോമയിൽ വന്നു. അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി സദൻ നാസറിൻ യൂണിവേഴ്സിറ്റി, അന്ന് ബെഥനി നാസറിൻ കോളേജ് എന്നായിരുന്നു പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് സദൻ നാസറിൻ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്ന് മാസ്റ്റേഴ്സ് എടുത്തിട്ട് തിരിച്ചു പോകണമെന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചില വർഷങ്ങൾ കൂടെ ഇവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ചില വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ ഈ പട്ടണത്തിൽ തന്നെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി സൗത്ത് വെസ്റ്റ് ചർച്ചില് പാസ്റ്റർ ആയിരിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഫസ്റ്റ് IPC നമ്മുടെ ക്രോസ് പോയിന്റിന്റെ നേരത്തെയുള്ള ചർച്ചിൽ 16 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കി. IPC മിഡ് വെസ്റ്റ് റീജിയന്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, അനേക സ്ഥാനങ്ങളിൽ അനേക വർഷങ്ങൾ ദൈവ കർത്താവിനെ സേവിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ കോൺഫറൻസായ PCNAC കോൺഫറൻസിന്റെ കൺവീനറായിട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും സക്സസ്ഫുൾ ആയിട്ട് നടന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു ഒക്ലഹോമ സിറ്റിയിൽ നടന്ന. അതിന്റെ ചെയർമാൻ ആയിരിക്കാൻ ദൈവം ഭാഗ്യം. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും നമ്മുടെ മിടുക്കോ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല. ദൈവത്തിന്റെ പ്രത്യേകമായുള്ള നിയോഗവും തെരഞ്ഞെടുപ്പുമാണ്.
അതിനുശേഷം ദൈവം പ്രത്യേകമായിട്ട് നിയോഗം തന്ന ഒരു പ്രൊഫറ്റിക് വേർഡിൽ കൂടിയും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച മുഖാന്തരം ഇപ്പോൾ നോർത്ത് ഇന്ത്യയില് നവാപൂർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് ഒരു വലിയ ഡിസ്ട്രിക്റ്റ് ആണ്. 100-ൽ പരം സഭകളും വിശ്വാസികളും ഒക്കെ 10,000-കണക്കിന് വിശ്വാസികളുള്ള ഒരു വലിയ ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ എൻ്റെ ഒരു പ്രസിഡന്റായിട്ട് അവിടെ സേവനം അനുഷ്ഠിക്കാൻ അനേക സഭകൾ ബില്ലുകൾക്ക് അനേക കിണറുകൾ കുഴിച്ചു കൊടുത്തു. ഒരു ചാരിറ്റി വർക്കുകൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് ഈ രാജ്യത്തേക്ക് കേരളത്തിൽ നിന്ന് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വരുവാനും ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ സ്റ്റേറ്റിൽ മാത്രമല്ല പലയിടങ്ങളിലും ദൈവം അവരെ ഉപയോഗിക്കുന്നു. തുടർന്ന് ദൈവം അവരെ ഉപയോഗിക്കട്ടെ. പ്രിയ ആന്റി, ഒരു ജ്ഞാനായ കുടുംബത്തിൽ നിന്നും അവരുടെ മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് വന്ന് ആന്റിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായും ജീവിതത്തിൽ കടന്നുപോയ വേദനകൾ ഒന്ന് ഞങ്ങളോട് പറയുകയാണെങ്കിൽ, കാരണം ആന്റി വളരെയധികം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒത്തിരി ദുഃഖകരമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എങ്ങനെ പിടിച്ചു നിന്നു, കർത്താവ് എങ്ങനെ നടത്തിയെന്ന് നമുക്ക് കേൾക്കാം. പ്രിയ ആന്റി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇങ്ങനെയുള്ള ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ ബാബുവിനോടും അതുപോലെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരത്തിന് ഞാൻ അവൻ എന്ത് പകരം ചെയ്യേണ്ടു? രക്ഷയുടെ നാമം വിളിച്ചപേക്ഷിക്കാനല്ലാതെ ഒന്നും എനിക്ക് കഴിയില്ല. ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസനോട് അല്പം സാക്ഷി പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ചിന്തിച്ചില്ല. ഞാൻ ഉടനെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അമേരിക്കക്കാരുടെ ഇടയിലോ ഇന്ത്യക്കാരുടെ ഇടയിലോ നോർത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും എൻ്റെ അനുഭവ സാക്ഷ്യം പറയും. കാരണം കർത്താവ് എനിക്ക് അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ തന്നു. ഞാൻ 4ാം ജനറേഷനാണ് പെന്തിക്കോസ്ത്. ആക്ച്വലി IPC തന്നെ. എന്നാൽ ഞാൻ 19 വയസ്സുള്ളപ്പോൾ ഈ അമേരിക്കയിൽ വന്നതാണ്. അന്ന് വരെയും ദൈവസ്നേഹം അറിയാതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ആളായിരുന്നു. എങ്കിൽ തന്നെയും കർത്താവിനെ രുചിച്ചറിഞ്ഞത് ഈ രാജ്യത്ത് വന്നതിന് ശേഷമാണ്. ഞങ്ങൾ ആദ്യത്തെ ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ബെഥനി നാസറേൻ കോളേജിൽ ഡോക്ടർ കാൻഡറിൽ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഇന്ത്യക്കാർ ധാരാളം പേരുണ്ട്, ഞാൻ നിങ്ങൾക്ക് പലരെയും പരിചയപ്പെടുത്തി തരാമെന്ന്. നെക്സ്റ്റ് ഡേയിൽ എൻ്റെ പ്രിയപ്പെട്ട ശാന്തമ്മയും KB എബ്രഹാം തമ്പിയും ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു സുനുവുമായിട്ട് കടന്നു വന്നു. അതാണ് ആദ്യത്തെ മലയാളികളെ ഞങ്ങൾ അമേരിക്കയിൽ പരിചയപ്പെടുന്നത്. അവർ 52 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഉണ്ടായിരുന്ന സ്നേഹം ഇന്നും ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇവിടെ കടന്നു വന്ന സമയത്ത് ഞങ്ങൾ ഈ ദേശത്ത് അഡ്ജസ്റ്റ് ചെയ്യുവാന്, ഈ ദേശം എന്താണെന്ന് മനസ്സിലാക്കി തരുവാണ്. ഈവൻ ഗ്രോസറി ഷോപ്പിംഗ്, കാറ് ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കാൻ എല്ലാം ഉപയോഗിച്ചു. കർത്താവിൻ്റെ ദാസനെയും ആ കുടുംബത്തെ ഞങ്ങൾ അത് കഴിഞ്ഞ് അന്ന് ഇവിടെ വളരെ ചുരുക്കം മലയാളീസേ ഉള്ളൂ. അന്നത്തെ ഒരു കാര്യം, ഒരാൾ വന്നാൽ എല്ലാവരും കൂടി വരും, എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു. വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിന് ഭാഗമായി തീരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കി. അതിന് ഞങ്ങൾ അവരെ കർത്താവ് ഉപയോഗിച്ചോർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് അധികം പ്രയാസങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയല്ല ഞാൻ. എന്നാൽ ഇവിടെ കടന്നു വന്ന് ആദ്യ സമയം മുതൽ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചു, വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ കടന്നു വന്ന് 2-3 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പം അന്നത്തെ ആ മലയാളി കൾച്ചർ അനുസരിച്ച് എല്ലാവരും ലോകത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ ചോദിക്കും, മോളി എന്തുകൊണ്ട് വിശേഷം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഞാൻ പോകുന്ന വഴിക്ക് തിരിച്ചു പോകുമ്പം കാറയിരുന്ന് കരയും, അയ്യോ കുഞ്ഞൻസാനെ വഴക്ക് പറയും. അങ്ങനെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ മിസ്കാരേജ് ആയിട്ട് പോയി. വലിയ സങ്കടം. കർത്താവിനോട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ നാളുകളിൽ ഞാൻ ദൈവത്തോട് അടുക്കുവാൻ ആദ്യമായിട്ട് പഠിച്ചു. ദൈവസന്നിധിയിൽ കരയുവാൻ, എൻ്റെ വല്യമ്മച്ചിയുടെയും അമ്മയുടെയും ഒക്കെ ദൈവം ആരാണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഇവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് 2 ചില മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങളെല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ലയൽ മോൻ ജനിക്കുവാനിടയായി തീർന്നു. അവൻ ഡൗൺ സെൻഡറുമായിട്ട് ജനിച്ചു. ആ സമയത്ത് അനേക ക്വസ്റ്റ്യനുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഡീക്കനസ് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം.
അവനെങ്കിലോ അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലോ പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവർത്തി അവങ്ങൾ വെളിവാകേണ്ടത്. അടുത്ത 38 ഇയേഴ്സ് ആ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തുവാനും ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ കൊണ്ടുപോകുവാനും സ്കൂളിൽ പഠിപ്പിക്കുവാന് അവൻ ഒരു ഭയങ്കര ജോയി ആയിരുന്നു. ഇവിടെ ഞങ്ങളെ നേരത്തെ മുതൽ അറിയാവുന്ന എല്ലാവർക്കും അതറിയാം. അങ്ങനെ ദൈവം ഞങ്ങളെ ആ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ആ കുഞ്ഞിനെ ഞാൻ വളർത്തുക മാത്രമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ കർത്താവിനോട് അടുക്കുവാന് യഥാർത്ഥമായി രുചിച്ചറിവ്, ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് എന്ന് പറയുന്നത് പോലെ കർത്താവിനെ റിയലായി രുചിച്ചറിയുവാൻ എൻ്റെ വലിയ വലിയപ്പച്ചൻ എന്തിന് ബന്ധുക്കൾക്ക് വേണ്ടി ഇറങ്ങിയെന്ന് മനസ്സിലായത് അന്നേരം മാത്രമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ അടുക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്ന അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഞങ്ങൾ അത് കഴിഞ്ഞ് സന്തോഷ്, മൈക്ക് 2 കുഞ്ഞുങ്ങളെ കൂടി ദൈവം തന്നു. ആ കാലയളവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു വാക്യം, വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കും. ഇന്ന് എനിക്ക് 7 കൊച്ചുമക്കളുമുണ്ട്. ആ വാക്യം എത്ര സത്യമാണ്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞെങ്കിലേ ഇതെൻ്റെ സാക്ഷിയാകത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ആ കാലത്തുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നേഴ്സസ് അല്ലാത്തവർ വന്നവരെ വീസായ്ക്ക് വലിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ ഒരു കുടുംബമാണ് ഞങ്ങൾ രണ്ടുപേരും. വലിയ ഡീപ്പോർട്ടേഷനുകൾ പലത് വന്നു, പ്രശ്നങ്ങൾ വന്നു, പൊക്കോ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളെ നിന്ദിതരായിട്ട് വിടരുതേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കണമേ. നീ അങ്ങനെ ഞങ്ങളെ വിടുമെങ്കിൽ, പ്രവർത്തിച്ച് വീസ തരുമെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ പോയി നിന്റെ വേല ചെയ്തു കൊള്ളാം എന്ന് ദൈവത്തോട് പറഞ്ഞു. എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ബിക്കോസ് ദൈവമേ, ദയവേദി ഞങ്ങളെ വിടരുതേന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയായിരുന്നു. ആ അപേക്ഷ അതുപോലെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് വീസ കിട്ടി, സിറ്റിസൺഷിപ്പ് കിട്ടി. അപ്പോൾ ചില വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, വർഷങ്ങളുടെ കഥയാണിത്. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ ആ സമയങ്ങളിൽ ദൈവത്തോട് അടുപ്പിക്കുകയായിരുന്നു. ആ സമയത്തുള്ള അനേകർക്കും അറിയാം ആ കാലയളവിൽ എങ്ങനെയാണെന്നറിയാമോ. ഞാൻ എൻ്റെ ലേൽമോനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. പലപ്പോഴും അവൻ്റെ കണ്ണുനീർ തുടച്ചു തരും എൻ്റെ കുഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം അനേക അവസരങ്ങളിൽ ഞാൻ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ കേട്ട് കണ്ണുനീരോട് എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും ആരേലും എന്നെ ഒന്ന് വിളിക്കും, ഓ മോളി ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ, എനിക്കിന്നും അറിയത്തില്ല എങ്ങനെയാണെന്ന്, കർത്താവിനെ അനേകരുടെ അടുത്തേക്ക് വിടുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈവൻ അനേക സഹോദരിമാരെ പ്രഗ്നൻ്റ് ആയി കാണുവാൻ എനിക്കിടയായി തോന്നുന്നു. അത് ദൈവത്തിന്റെ ശക്തിയാണ്, അല്ലാതെ എൻ്റെ കഴിവൊന്നുമല്ലേ. ഞാനൊരു പാവപ്പെട്ടവളായിട്ട് ജനിച്ചു, ഇവിടെ വന്ന് ഞാൻ ദൈവത്തോടടുത്ത്, ദൈവം എന്നോടടുത്തു. അങ്ങനെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അനേക രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുന്നത് കാണുവാനിടയായി തീർന്നു. അനേക കുടുംബ പ്രശ്നങ്ങളുള്ളവര് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഇതെല്ലാം കർത്താവിന്റെ പ്രവൃത്തി എന്നല്ലാതെ ഒന്നും എനിക്ക് പറയുവാനില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരത്തിനും ഞാൻ ഉപകാരം കൊടുക്കേണ്ടി വന്നത്. വീസ ഇല്ലാതൊക്കെ വളരെ കഷ്ടപ്പെടുന്ന കാലയളങ്ങളിൽ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണച്ചിരിക്കുന്നു. അവനെ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും തിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ളിടത്ത്, കർത്താവിന്റെ ഇഷ്ടം പോലെ ഈ രാജ്യത്ത് ഞാൻ കടന്നു വന്നത് അമേരിക്ക എന്ന് കേട്ടാൽ ഒരു സ്വപ്നഭൂമിയാണെന്ന് ഇതിനു മുമ്പ് നിങ്ങളൊക്കെ പറഞ്ഞത്. ഞാനൊരു സ്വപ്നം കണ്ട് വലിയ പണമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാനാണ് വന്നത്. എന്നാൽ ദൈവത്തിന് വേറെ ഒരു പ്ലാൻ ആൻഡ് പർപ്പസ് ആയിരുന്നു. ആ പ്ലാനിലേക്ക് കർത്താവ് ഞങ്ങളെ നയിച്ചു. ഇങ്ങനെ കഷ്ടതയിൽ കൂടി കടന്നു പോയത് കൊണ്ട് ഇന്ന് നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അനേകയിടത്ത് അനേകരെ സഹായിക്കാൻ. ഒരു ചെറിയ സാക്ഷ്യം കൂടെ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഞങ്ങൾ അനേകർക്ക് വേണ്ടി ഇങ്ങനെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നവാബ്പൂരിൽ ഒരു ലേഡീസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓൾട്ടർ കോളിന് ആളെ വിളിക്കും. അപ്പോൾ ഒരു സഹോദരി, വിജയ എന്ന് പറയുന്ന ഒരു സഹോദരി മുമ്പിലേക്ക് വന്നു. എനിക്ക് ഞാൻ ഹിന്ദി പഠിച്ചതാണേലും എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അവൾ എൻ്റെ കൈ പിടിച്ച് അവളുടെ വയറിൽ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കൊച്ചെന്നോട് പറഞ്ഞു, ആൻറ്റി, അവൾക്ക് ഒരു പെങ്കൊച്ചുണ്ട്, ഇനി അവൾക്ക് ഒരു ആൺകുട്ടിയെ വേണം, അവൾക്ക് 7 വയസ്സുണ്ട്, അവരുടെ കൾച്ചർ അനുസരിച്ച് ഒരു ആൺകുഞ്ഞ് വേണം, അവർ കുറേ സൗകര്യമുള്ള ഒരു വീട്ടിലെ ഒരു കൊച്ചായത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംതിങ് അങ്ങനെ ഏതാണ്ടുള്ള ഒരാളാണ്. ഞങ്ങൾ വളരെ ശക്തിയായി പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞുടനെ ആ ചർച്ചിന്റെ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, വിജയ പ്രഗ്നൻ്റ് ആണ് അവൾക്ക്. അത് കഴിഞ്ഞ് സമയം വന്നപ്പോൾ ഒരു ആൺകുട്ടി.
അപ്പൊ ഈ കോവിഡ് ടൈം അവർ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, പിന്നെ നീ തന്നെ ഈ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ സൂമിൽ കൂടി ഡെഡിക്കേറ്റ് ചെയ്യാം. എന്റെ കർത്താവ് എത്രയെത്ര അത്ഭുതങ്ങളാണ്. ഞങ്ങളുടെ കഷ്ടതകളൊക്കെയും എന്റെ കർത്താവ് ഞങ്ങളെ കർത്താവിനോട് അടുപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയായി. ഈ താങ്ക്സ് ഗിവിങ്ങിന് എൻ്റെ കൊച്ചുമക്കളെല്ലാം കൂടെ വന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ കൈയുയർത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ എത്ര നല്ലവൻ. ഞാൻ പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട്, ഭയന്നു പോയിട്ടുണ്ട്, ഭയന്നു നിന്ന് അനേക അവസരങ്ങളുണ്ട്. എന്നാൽ അവിടെ എല്ലാം കൈപിടിച്ച് നടക്കുന്ന ഒരു കർത്താവ്, ഒരത്ഭുതത്തിന്റെ ദൈവം. ഇന്നലെ കർത്താവിന്റെ ദാസൻ താങ്ക്സ് ഗിവിങ്ങിന് പറഞ്ഞ ആ വാക്യം എന്നോട് അതിനൊക്കെ മുമ്പേ എന്നെ ദൈവം സന്തോഷിച്ചിരുന്ന വാക്യമാണ്. സങ്കീർത്തനം 100:5. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്ന ആ വിശ്വസ്തത എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായിരുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്കൂടെ പറഞ്ഞത്, ലോർഡ് താങ്ക് യു ഫോർ ദ ജേർണി ദാറ്റ് യു ടോട്ട് മീ ഹ്യൂമിലിറ്റി. എനിക്ക് ഹംബിൾനെസ്സും ഹ്യൂമിലിറ്റി ഒക്കെ കുറഞ്ഞ ഒരാളായിരുന്നു കൊച്ചിൽ. എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ആൻറ്റി, താങ്ക് യു പാസ്റ്റർ. അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണല്ലോ നമ്മളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് അനവധി കഷ്ടങ്ങളിൽ കൂടെ, ദുഃഖമേറിയ സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ അവിടെ എല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം നടത്തി. ഈ കഴിഞ്ഞ 50-ൽ കൂടുതൽ വർഷങ്ങൾ ഈ രാജ്യത്ത് വരികയും, പ്രത്യേകിച്ച് പഠന സമയങ്ങൾ, കുടുംബജീവിതം, ഇതിലൊക്കെ അവർ അഭിമുഖീകരിച്ച വിസാപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ, തലമുറകളോടുള്ള ബന്ധത്തിൽ കടന്നുപോയ കഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ ഈ രാജ്യത്ത് തന്നെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിന്നപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ ഒക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം മധ്യത്തിൽ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് നിർത്തിയല്ലോ. തുടർന്നും ദൈവം അവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നവാപൂരിലെ പ്രവർത്തനങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയട്ടെ. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും സഭയ്ക്കും സമൂഹത്തിൻ്റെ ഒരു അനുഗ്രഹമാകട്ടെ. താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. കർത്താവ് കൂടെ ഇരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്.